കൽപ്പാത്തിയിൽ രഥോത്സവം പുരോഗമിക്കുമ്പോൾ രഥോത്സവത്തിന്റെ ചൂടും ചൂരും നേരിട്ടനുഭവിക്കാൻ ശ്രമിക്കുകയാണ് ഒരു കൂട്ടം ഭിന്നശേഷി കുട്ടികൾ. പാലക്കാട് വിക്ടോറിയ കോളേജിലെ ഭിന്നശേഷി കുട്ടികളാണ് 4 ചുവരുകൾ ഭേദിച്ച് അഗ്രഹാര വീഥികളിൽ എത്തിയിരിക്കുന്നത്. അരുണാലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൽപ്പാത്തി രഥോത്സവം എന്നാൽ വളരെ വൈവിധ്യമാർന്ന കാഴ്ചകളും മറ്റുമൊക്കെ കാണാൻ കഴിയുന്നൊരു ഉത്സവം കൂടെയാണ്. താളങ്ങൾ, സംഗീതം, അതുപോലെ തന്നെ പലതരത്തിലുള്ള മനോഹര കാഴ്ചകൾ കൽപ്പാത്തിയിൽ രഥോത്സവത്തിനെ കാണാൻ സാധിക്കും. ആ കാഴ്ചകളൊക്കെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ, ആ കുട്ടികൾക്ക് കൂടെ ഈ ഉത്സവം അനുഭവവേദ്യമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്നുള്ള കുട്ടികൾ, അവരെ ഭിന്നശേഷിക്കാരായ കുട്ടികളെയുമായി അധ്യാപകർ ഈ രഥോത്സവത്തിൻ്റെ കാഴ്ചകളൊക്കെ അവരിലേക്ക് കാണിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഈ കുട്ടികളുമായിട്ട് എന്താണ്, എങ്ങനെ വന്നിരിക്കുകയാണ്? ആക്ച്വലി ഇത് നമ്മളുടെ ഒരു മിഷനാണ്, മിഷൻ എന്നൊക്കെ പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊരിക്കലും ഒരു ക്ലാസ് റൂമിനകത്തോ അല്ലെങ്കിൽ ഒരു 4 ചുവരിനകത്ത് അടഞ്ഞു കിടക്കേണ്ട കുട്ടികളല്ല. ഇവർക്കും സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, നമ്മളെപ്പോലെ എല്ലാവരെ പോലെയും ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട്. അത് മുൻകണ്ടുകൊണ്ട് ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിക്ക് ഈ തേര് ഇതേപോലെ കാണാനും ആസ്വദിക്കാനും ഇവർക്കുള്ള അവകാശം ഞങ്ങൾ ഒന്നുകൂടെ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിക്കാണ് ഈ കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും വളരെ ഗംഭീരമായിട്ട് ഞങ്ങളുടെ കുട്ടികളെല്ലാവരും വളരെ നന്നായി ആഘോഷിച്ചു, ആസ്വദിച്ചു. അതിനൊപ്പം തന്നെ മൊണാർക്കാണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്കും നന്ദി അറിയിക്കുകയാണ്. ഞങ്ങൾ സെക്കൻഡ് ടൈമാണ് ഇപ്പോൾ പ്രചോദിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ തേര് കാണാൻ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് പോലെ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. തേര് തൊട്ട് കാണാൻ പറ്റി. പിന്നെ ഇപ്പോൾ ഇതിലൂടെയൊക്കെ സഞ്ചരിച്ചു തിരിച്ചു വരികയാണ്. അതായത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഓരോ സൗണ്ടുകൾ കേൾക്കാം. അപ്പം ഇങ്ങനെ ചോദിക്കും എന്താണെന്നൊക്കെ അങ്ങനെ പറഞ്ഞു തരും. പിന്നെ മൊത്തത്തിൽ നല്ല രസമാണ്. അതെ, രഥം തൊട്ട് അതറിയില്ല. ഇല്ല, എനിക്ക് ഓർമ്മ. എങ്ങനെയാണ്, ഒരുപാട് കുട്ടികളുണ്ട്? എത്ര കുട്ടികളായിട്ടാണ് വന്നത്? നമ്മൾ 62 പേരുമായിട്ട് വന്നതാണ്. അതിലിപ്പോൾ 40 പേര് ഭിന്നശേഷിക്കാരായ കുട്ടികളുണ്ട്. പിന്നെ അവരുടെ പാരൻസും പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചറാണ് ശ്രീകല ടീച്ചർ. സിന്ധു ടീച്ചറെ നേരത്തെ പരിചയപ്പെട്ടല്ലോ. അതുപോലെ തന്നെ ദർശന നമ്മുടെ ജീവനി കൗൺസിലറാണ്. അതുപോലെ മുസ്തഫ ഉണ്ട്, നമ്മുടെ ഓഫീസ് സ്റ്റാഫിൽ മുസ്തഫ ഉണ്ട്. അത് എല്ലാവരും കൂടി ഉൾപ്പെട്ട 62 പേരാണ്. അപ്പോൾ ഇവരെ ശാക്തീകരിക്കുക, ഇവരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും അവരെ ശാക്തീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എല്ലാ വർഷവും നമ്മളിതുപോലെ വരണം എന്നാണ് ആഗ്രഹം. കഴിഞ്ഞ വർഷം പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കുട്ടികളും കൊണ്ട് വിനോദയാത്രയ്ക്ക് പോകുന്നുണ്ട്, എല്ലാ വർഷവും പോകുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാം താങ്ങും തണലുമായി നിൽക്കുന്നത് നമ്മുടെ പ്രചോദി വിക്ടോറിയയിലെ വളണ്ടിയേഴ്സാണ്. അതിൻ്റെ ഒരു ചാർജാണ് മനീഷ. ഈ കുട്ടിയാണ് ഇതിൻ്റെ പ്രസിഡന്റ്, പ്രചോദി വിക്ടോറിയ പ്രസിഡൻ്റായിട്ടുള്ളത്. ടീച്ചർ ദർശനയുണ്ട്, സുജാന ടീച്ചർ തമിഴ് ഡിപ്പാർട്ട്മെൻറ്റിലെ HOD ആണ്. അപ്പോൾ നമ്മളെല്ലാവരുടെയും സഹകരണമാണ് ഇതിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് വേണ്ട എല്ലാം, സ്പോർട്സ് ആണെങ്കിലും ആർട്സ് ആണെങ്കിലും പഠനമാണെങ്കിലും അക്കാഡമിക് ആയാലും അതുപോലെ തന്നെ നോൺ അക്കാഡമിക് ആയ കാര്യങ്ങളിലൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ ശക്തി, ഒരു ഫോഴ്സ് നമ്മുടെ വിക്ടോറിയ കോളേജിലുണ്ട്. അതാണ് നമ്മളെ കുട്ടികളെ മുന്നോട്ട് നയിക്കുന്നത്. എങ്ങനെയുണ്ട് മോനെ ഈ രഥോത്സവത്തിൻ്റെ കാഴ്ചകളൊക്കെ? നല്ലൊരു അനുഭവമായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഒരു അനുഭവമല്ലേ, നല്ലൊരു അനുഭവമായിരുന്നു. മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. എന്താണ് രഥോത്സവത്തിൽ എന്തൊക്കെ കാഴ്ചകളാണ് കൂടുതലും ഇഷ്ടപ്പെട്ടത്? ഞാൻ വിക്ടോറിയ കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് സൂപ്പറായിട്ട് സംസാരിക്കാനൊക്കെ പഠിച്ചത്. അതിനു മുന്നേ ഒന്നും സംസാരിക്കുകയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ വിക്ടോറിയ കോളേജിൽ നിന്ന് 3rd ഇയർ കഴിഞ്ഞു. പക്ഷേ എന്നാലും എന്നെ വിളിച്ച് ഇതുപോലെ ഒരു പ്രോഗ്രാം കാണാനാണ് നിന്നെന്ന് പറഞ്ഞിട്ടാണ് മോഹൻ സാർ എന്നെ വിളിച്ച് നല്ല 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 കാഴ്ചകളൊക്കെ കാണാൻ കഴിഞ്ഞു. കൂടാതെ ജയറാം എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ എൻ്റെ ഫ്രണ്ടാണ്. ആ ചേട്ടനാണ് ഞങ്ങളെ ഇവിടുന്ന് ഗ്രൂപ്പാക്കിയിട്ട് കൊണ്ടുപോയതൊക്കെ. അപ്പോൾ എന്തൊക്കെ ആയാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഏതായാലും അത് തന്നെയാണ്. എങ്ങനെയുണ്ടായിരുന്നു മോനെ ഈ ഒരു രഥോത്സവത്തിൻ്റെ? അടിപൊളിയുണ്ട്. എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്? എല്ലാ കൽപ്പാത്തി ഫസ്റ്റ് ടൈമാണ്, കോളേജിൽ ഫസ്റ്റ് ടൈം. എങ്ങനെയുണ്ട് മോനെ രഥോത്സവം? അടിപൊളിയുണ്ട്. ഞാൻ സെക്കൻഡ് ടൈമാണ്. മുമ്പ് ഇതേമാതിരി പ്രചോദിന് ട്രിപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെക്കാട്ടിയും കുറച്ച് അടിപൊളിയായിട്ടുണ്ട് ഈ പ്രാവശ്യം വന്നത്. എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ട രഥോത്സവത്തിൽ? രഥം ഒക്കെ കണ്ടു, ഭയങ്കരമായിട്ട് ഹാപ്പിയായി. പാട്ട് പാടും? പാട്ട് പാടും?
പാട്ടോ ഓ കാറ്റാടി തണലും തണലത്തരുമതിലും അതിലില്ല മനസ്സുകളുടെ പ്രണയ ഉതിലും മാറ്റുള്ളൊരു പെണ്ണും മലലങ്ങനി കണ്ണും വലിയൂടാ എനിക്ക് ഇപ്പോൾ തൊണ്ട വയ്യാത്തതുകൊണ്ട് ഓക്കെ 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 ഏതായാലും വളരെ ആവേശകരമായി തന്നെ കൽപ്പാത്തിയിലെ ഈ അഗ്രഹാര വീഥികളിൽ രഥോത്സവത്തിൻ്റെ ആ ഓരോ മുഹൂർത്തങ്ങളും അവരിങ്ങനെ ആഘോഷിക്കുകയാണ്. രഥോത്സവം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആസ്വദിക്കാനുള്ള ഉത്സവമാണ്. ആ ഉത്സവം ഇനിയുള്ള ദിവസങ്ങൾ 15-നാണ് ദേവരഥ സംഗമം നടക്കുക. ആ ദേവരഥ സംഗമം ഉൾപ്പെടെ കാണുന്നതിന് വേണ്ടി രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഒരുപാട് ആളുകൾ കൽപ്പാത്തിയിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. അങ്ങനെ ഒഴുകിയെത്തുമ്പോഴാണ് ഇത്തരത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളും ഈ ഒരു രഥോത്സവ നഗരിയിലേക്ക് അഗ്രഹാര വീഥികളിലൂടെ ഇങ്ങനെ ആ ഉത്സവത്തിൻ്റെ ഓരോ മുഹൂർത്തങ്ങളും ആസ്വദിച്ചുകൊണ്ട് അവരൊക്കെ ഇങ്ങനെ ആ ഓരോ നിമിഷവും ആസ്വദിക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.